ടീച്ചർ അമ്മയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. വീണയും ചേട്ടത്തി റാണിയും കഴിക്കാനായി വരുമ്പോൾ ഓംലെറ്റ് ഉണ്ടാക്കി കൊണ്ടുവരുന്ന കണ്ട് നമ്മുടെ പോറ്റിമാമൻ ഇത് കണ്ട് ഇഷ്ടപ്പെടാതെ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇതെല്ലാം കേട്ട് വീണ ടെൻഷനോടെ തന്റെ ഓംലെറ്റ് പോറ്റിയുടെ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിലും അയാൾക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. പോറ്റി ഇത് കഴിക്കണമെന്ന് വീണ പറയുമ്പോൾ നിന്റെ എച്ചില് തിന്നാനാണോ ഞാൻ ഇവിടെ വന്നിരിക്കുന്നതെന്ന് പോറ്റി ചോദിക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ എന്റെ പാത്രത്തിൽ വെച്ചിരുന്നതേയുള്ളൂ, വേണ്ടെങ്കിൽ ഞാൻ വേറെ എടുത്തോണ്ട് വരാമെന്ന് പറഞ്ഞ് വീണ എഴുന്നേൽക്കാനായി തുടങ്ങുമ്പോഴേക്കും നിന്റെ പാത്രത്തിലുള്ളത് പട്ടിക്ക് ഇട്ടുകൊടുക്കുന്ന പോലെ എന്റെ പാത്രത്തിലേക്ക് ഇട്ടതെന്തിനാ എന്ന് പോറ്റി ദേഷ്യത്തോടെ ഒച്ച വെക്കുമ്പോൾ അളിയൻ അങ്ങനൊന്നും പറയല്ലേ, അളിയൻ അത് വേണ്ടെങ്കിൽ പിള്ളേര് വേറെ ഉണ്ടാക്കി തരും, വെറുതെ പറഞ്ഞു മുഷിയണ്ടെന്ന് സന്തോഷിന്റെ അച്ഛനും പറയുന്നുണ്ട്. പറയാനുള്ളത് പോറ്റി ആരുടെ മുഖത്തു നോക്കിയും പറയും എന്ന് സന്തോഷിന്റെ അച്ഛനോടായി പറഞ്ഞിട്ട് ഇതെന്റെ പാത്രത്തിൽ നിന്ന് എടുത്തോണ്ട് പോ എന്ന് പോറ്റി വീണയോടായി പറയുന്നുണ്ട്. ഇപ്പൊ മിക്ക വീടുകളിലും ഇങ്ങനെ തന്നെയാ, ഓരോരുത്തർക്കും അവരവരുടെ കാര്യം മാത്രം, വേറൊരാൾക്ക് വേണോ വേണ്ടയോ എന്നുള്ള ചോദ്യം പോലുമില്ല. നമ്മുടെ കുടുംബത്തിന് ഇങ്ങനെയൊരു സംസ്കാരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീണയോടായി നീ ഇതെന്റെ പാത്രത്തിൽ നിന്ന് എടുക്കുന്നുണ്ടോന്ന് ചോദിക്കുന്നുണ്ട്. വീണ പോറ്റിയുടെ പ്ലേറ്റിൽ നിന്നും ആ ഓംലെറ്റ് എടുത്ത് തന്റെ പ്ലേറ്റിലേക്ക് വെക്കുമ്പോഴേക്കും പോറ്റി ദേഷ്യത്തോടെ തന്റെ പ്ലേറ്റ് തട്ടി നീക്കുന്നുണ്ട്. ഇത് മാറ്റി വേറെ ഇട്, ഇത് എച്ചിലായി എന്ന് പോറ്റി പറയുമ്പോഴേക്കും വീണ അവിടെ നിന്ന് എണീറ്റ് പോവാൻ തുടങ്ങുന്നുണ്ട്. ഇത് കാണുന്ന മണിയാണേൽ ഞാൻ മെനക്കെട്ട് ഇത്രയും കറികൾ ഉണ്ടാക്കി വെച്ചിട്ടാ ഈ അഹങ്കാരം, എന്ത് വേണമെന്ന് പറഞ്ഞ എല്ലാവർക്കും കൂടി ഞാൻ ഉണ്ടാക്കി തരുമായിരുന്നല്ലോ എന്ന് വീണയോടായി പറയുമ്പോഴേക്കും വീണ അവിടെ നിന്ന് പോവാനായി തുടങ്ങണ കണ്ട് പോറ്റി അവളെ വിളിച്ച് ഡി ഇവിടെ ഇമാതിരി ഷോയൊന്നും വേണ്ട, ഈ പാത്രം എടുത്തോണ്ട് പോവാൻ വേറെ വേലക്കാരെങ്കിലും വരുവോ, വേണ്ടെങ്കിൽ എച്ചില് കൊണ്ട് കളഞ്ഞിട്ട് പാത്രം മടക്കി വെക്കണം എന്ന് പോറ്റി ദേഷ്യപ്പെടണ കണ്ട് നിങ്ങൾ ഇതൊരു ഇഷ്യൂ ആക്കാതെ വീണ ഇരുന്ന് കഴിക്കെന്ന് സന്തോഷിന്റെ ചേട്ടനും പറയുന്നുണ്ട്. ഇതെല്ലാം കണ്ടിട്ടും സന്തോഷ് ഒന്നും മിണ്ടാതെ തന്നെ ഇരിക്കുക. പോറ്റിമാമൻ അപ്പോഴേക്കും സന്തോഷിന്റെ ചേട്ടനോടായി സന്തോഷിനെ പറ്റി പറയുന്നുണ്ട്. നീ ഇവളുടെ സൈഡിൽ നിന്നപ്പോഴും അവന്റെ മുഖമൊന്ന് നോക്ക്, അവന്റെ ഭാര്യ ചെയ്ത തെറ്റ് ബോധ്യപ്പെട്ടു എന്നയാൾ ഏഷ്യനി കൂട്ടി പറയുമ്പോഴേക്കും ഇതെല്ലാം കേട്ട് വിഷമത്തോടെ വീണ തന്റെ പ്ലേറ്റും എടുത്ത് അവിടുന്ന് പോകുന്നുണ്ട്. പിന്നീട് വീണ ഈ കാര്യങ്ങളെല്ലാം തന്റെ അമ്മയെ വിളിച്ച് പറയുന്നുണ്ട്. അന്ന് കാല് പിടിക്കാൻ വേണ്ടി തൈലം ഇടിയിച്ചപ്പോഴേ ഞാൻ കനിയോട് പറഞ്ഞതാ ഇത് ഒഴിവാക്കേണ്ട പ്രശ്നമാണെന്ന്. ഇതിപ്പോ ഭക്ഷണത്തിന്റെ പേരിലുള്ള വർത്താനമായി, ഇതൊന്നും യഥാർത്ഥത്തിൽ ഒരു പ്രശ്നമല്ല. പ്രശ്നം പുള്ളിയാ ആ ശങ്കരൻ പിന്നെ തെങ്ങുമ്പോ തന്നെയാ. അയാൾ ഇനിയും ഇതുപോലെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. മറ്റുള്ളവരുടെ സ്വൈര്യം കെടുത്തുക എന്നുള്ളത് ചിലരുടെ വലിയ ലക്ഷ്യമാ എന്നൊക്കെ ടീച്ചറമ്മ പറയുമ്പോഴേക്കും ഇവിടെ അമ്മയുണ്ടാക്കുന്നതൊന്നും ആർക്കും ഇഷ്ടമായില്ലെങ്കിലും ആരും കൊള്ളില്ലെന്നൊന്നും പറയില്ലമ്മേ, ഞങ്ങൾക്ക് സ്ഥിരം കാബേജ് തോരനും കിച്ചടിയും തിന്ന് പറ്റാത്തോണ്ടാ ഞാനും ഏട്ടത്തിയും കൂടി ഒരു ഓംലെറ്റ് ഉണ്ടാക്കിയത് എന്ന് വീണയും പറയുന്നുണ്ട്. ഇനി വേറെന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ മണിയമ്മയോടും കൂടി ഒന്ന് സംസാരിക്കണം കേട്ടോ, അക്കാര്യം നമ്മൾ മനസ്സിൽ വെക്കണം, അല്ലെങ്കിലേ അതവർക്ക് വലിയൊരു ഇൻസൾട്ടായി തോന്നും എന്ന് അമ്മ പറയുമ്പോൾ മനസ്സിലായമ്മേ, ഒരു ഓംലെറ്റ് ഉണ്ടാക്കിയത് ഇത്ര വലിയ വിഷമാവുമെന്ന് ഞാൻ കരുതിയില്ല, ഇതാ ഇടങ്കോലെ മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കിയതാണെന്ന് വീണ ടെൻഷനോടെ പറയുന്നുണ്ട്. മോള് വിഷമിക്കാതെ, ശങ്കരന്റെ കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കാം, നീ സമാധാനമായിരിക്കെ, അമ്മ ആലോചിക്കട്ടെ, വിളിക്കാം എന്ന് വീണയെ ആശ്വസിപ്പിച്ചോണ്ട് ടീച്ചറമ്മ കോൾ വെക്കുന്നുണ്ട്. പിന്നീട് ഇക്കാര്യം ടീച്ചറമ്മ കനിയെ വിളിച്ച് പറയുന്നുണ്ട്. ആള് പറഞ്ഞത് ശരിക്കും കുഞ്ഞിക്ക് വിഷമായിട്ടുണ്ട്, അങ്ങനെ നമ്മുടെ കൊച്ചിനെ കയറി ഒരു ശങ്കരനും ഭരിക്കാൻ വരണ്ട എന്ന് ചെറിയമ്മ പറയുമ്പോ അത്രേ ഉള്ളൂ ചെറിയമ്മേ, ആൾക്കേ നല്ല 8ന്റെ പണി കൊടുക്കണം നമുക്ക്, അയാൾ അങ്ങനെ ഇറങ്ങി ഓടണം എന്ന് കനി പറയുമ്പോ അതിനുള്ള വഴിയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് ചെറിയമ്മ പറയണ കേക്കട്ടെ എന്ന് കനിയും. ചെറിയമ്മ പറഞ്ഞ ഐഡിയ കേട്ട് ഷോ എന്റെ പൊന്നെ, ഇങ്ങനത്തെ ഐഡിയ ഒക്കെ ചെറിയമ്മയുടെ തലയിലുണ്ടോ എന്ന് കനി ചോദിക്കുമ്പോ അതെ, ഉറക്കം വരാതിരിക്കുമ്പോ ഞാൻ കാണുന്ന ഒരു സീരിയലുണ്ടേ, അതിൽ നിന്ന് കിട്ടിയ ഐഡിയ ഇത് എന്ന് ടീച്ചറമ്മ പറയുമ്പോ ഇത് വീണയോട് പറഞ്ഞോന്ന് കനി ചോദിക്കുന്നുണ്ട്. പറഞ്ഞില്ലെന്ന് ടീച്ചറമ്മ പറയുമ്പോ നമുക്കേ പറയണ്ട, അവള് ലൈവായി കാണട്ടെ എന്ന് കനി പറയുമ്പോ ടീച്ചറമ്മ അത് സമ്മതിച്ചോണ്ട് കോൾ വയ്ക്കുന്നുണ്ടേ. ശങ്കരനാണ് പോലും ശങ്കരൻ, കാണിച്ചു തരാമെന്ന് ടീച്ചറമ്മയും പറയുന്നുണ്ട്. പിന്നീട് കനി വീണയെ വിളിക്കുന്നുണ്ട്. എടി അങ്ങോർക്കുണ്ടല്ലോ 8ന്റെ പണി കൊടുക്കാനുള്ള പ്ലാൻ സെറ്റ് ആയിട്ടുണ്ട്, പതിവ് പോലെ തന്നെ ആശയം ആൻഡ് ആവിഷ്കാരം സരസ്വതി കെ എന്നൊക്കെ കനി പറയണ കേട്ട് എന്താന്ന് നീ ഒന്ന് തെളിച്ചു പറയുന്ന വീണയും പറയുന്നുണ്ട്. എന്താന്നൊക്കെ നീ അങ്ങ് നേരിട്ട് സിനിമയിൽ കാണുന്ന പോലെ അങ്ങ് കണ്ടാ മതി, കണ്ടന്റ് പറഞ്ഞ അത് സ്പോയിലർ ആവും, നീ ഫ്രഷ് ആയിട്ട് കാണ്, അപ്പൊ അടിപൊളിയായിരിക്കുമെടി. ഈ പുള്ളി പല കോടതികളിലും ടഫേൽദാറായിരുന്നു, വർക്ക് ചെയ്ത എല്ലാ കോടതി പരിസരത്തും പുള്ളിക്ക് ചിന്ന വീടുണ്ടായിരുന്നടി,
എന്ന് കനി പറയണ കേട്ട് അതെന്താ പാവങ്ങളാണോ എന്ന് വീണ ചോദിക്കുന്നുണ്ട്. പൊട്ടത്തി സംബന്ധം, അതായത് സെറ്റപ്പ് എന്ന് കനി പറയുമ്പോ അയ്യേ അങ്ങനെ മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞു താടി എന്ന് വീണ പറയുമ്പോ നീയേ സന്തോഷ് ബ്രോയോട് ചോദിച്ചിട്ടെ പുള്ളി ഏതൊക്കെ കോടതിയിൽ എവിടെയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്ക് എന്ന് കനി പറയുമ്പോ അത് ഞാൻ ഏറ്റു. അല്ലടി അപ്പൊ സന്തോഷത്തിന് കാര്യങ്ങൾ മനസ്സിലാവില്ലേന്ന് വീണ ചോദിക്കുന്നുണ്ട്. മനസ്സിലാകാണ്ടിരിക്കുക എന്നുള്ളതാണ് നിന്റെ മിടുക്കെന്ന് കനി പറയുമ്പോ അപ്പൊ എന്റെ മിടുക്ക് എന്താണെന്ന് അറിയിച്ചിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. ഞാൻ നിന്നെ വിളിച്ചോളാമെന്ന് പറഞ്ഞ് വീണ കോൾ കട്ട് ചെയ്യുന്നുണ്ടേ. പിന്നീട് മുറ്റത്തിരുന്ന് വായിച്ചോണ്ടിരിക്കുന്ന സന്തോഷിന്റെ അടുത്തേക്ക് വീണ ചെന്ന് സന്തോഷിട്ട എന്താ ഇത്ര ധൃതിയിലെ വായിച്ചോണ്ടിരിക്കുന്നത്, നാളെ പരീക്ഷയുണ്ടോന്ന് ചോദിക്കുന്നുണ്ട്. പരീക്ഷയുള്ളപ്പോ മാത്രാണോ വായിക്കാന്ന് സന്തോഷ് ചോദിക്കുമ്പോ ഞാനൊക്കെ അങ്ങനെയാ എന്ന് പറഞ്ഞോണ്ട് പിന്നെ നമ്മുടെ പോറ്റിക്ക് കോടതിയിൽ ജോലി ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. ഉണ്ടല്ലോ, പുള്ളി ടഫേർദാറായിരുന്നു, കോടതിയിലെ കെയർടേക്കർ ഇല്ലേ അതായിരുന്നു സംഭവം. യൂണിഫോം ഒക്കെയുണ്ട്. ഈ സിനിമയിലൊക്കെ വെള്ള കുപ്പായമൊക്കെ ഇട്ട് വീണ കണ്ടിട്ടില്ലേ എന്ന് സന്തോഷ് പറയുമ്പോ വീണ ഓർത്തോണ്ട് ഓ ഇപ്പൊ മനസ്സിലായി, ജഡ്ജി അന്ന് ചുറ്റിക കൊണ്ട് അങ്ങരുടെ തലയ്ക്കൊന്ന് കൊടുത്തിരുന്നെങ്കിലേ ചിലപ്പോ നന്നായി പോയനെ. അപ്പോ ആള് ശരിക്കും കോടതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടോന്ന് വീണ ചോദിക്കുന്നുണ്ട്. വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് സന്തോഷ് പറയുമ്പോ എവിടെയൊക്കെയാണെന്ന് വീണയും. ആറ്റിങ്ങല്, കൊല്ലം, കായംകുളം, ആലപ്പുഴ അങ്ങനെ കുറെ സ്ഥലങ്ങളുണ്ട് എന്നൊക്കെ സന്തോഷ് പറയുമ്പോ വീണ സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിച്ചതിന്റെ ആശ്വാസത്തിലിരിക്കുന്നുണ്ടേ. പിറ്റേ ദിവസം ടീച്ചർ അമ്മ റൂമിൽ വായിച്ചോണ്ടിരിക്കുമ്പോഴാണ് കനിയുടെ കോൾ വരുന്നത്. കനിയുടെ കൂടെ നമ്മുടെ കേശു ഉണ്ടേ. ചെറിയമ്മേ, ഇടങ്കോൽ ഏതൊക്കെ കോടതികളിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന വിവരം ഇന്നലെ വീണ വഴി എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിലെ ഞാനും കേശുവും കൂടി തപ്പി 2 ചിഹ്ന വീടുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സൈറ്റിൽ നിന്ന് അവരുടെ അഡ്രസ്സും ഡീറ്റെയിൽസും കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതിൽ ഫോൺ നമ്പർ ഇല്ലെന്ന് കനി പറയുമ്പോ ഫോൺ നമ്പർ ഇല്ലാതെ നമ്മൾ എങ്ങനെ അവരെ കോണ്ടാക്ട് ചെയ്യുമെന്ന് ടീച്ചർ അമ്മയും ചോദിക്കുന്നുണ്ടേ. അങ്ങോട്ട് പോകുന്നത് റിസ്ക് ആയിരിക്കുമല്ലേന്ന് കനി ചോദിക്കുമ്പോ ശരിയാ, അങ്ങോട്ട് പോയിട്ടുള്ള ഒരു പരിപാടിയും വേണ്ട, എല്ലാം പൂർണ്ണമായിട്ടും ബിഹൈൻഡ് ദ കർട്ടൻ പരിപാടി, അത് മതിയെന്ന് ചെറിയമ്മ പറയുമ്പോ എന്നാലും അവരുടെ നമ്പർ എങ്ങനെ നമ്മൾ ഒപ്പിക്കുമെന്ന് കനി ചോദിക്കുന്നുണ്ട്. പിന്നീട് ആലോചിച്ചോണ്ട് എല്ലാ ഏരിയയിലെയും ആശാ വർക്കർമാരുടെ നമ്പർ സൈറ്റിൽ കിട്ടും, അവരോട് ചോദിച്ചു നോക്കിയാലോ എന്ന് കനി ചോദിക്കുമ്പോ പരിചയമില്ലാത്തവർക്ക് അവർ നമ്പർ ഷെയർ ചെയ്യില്ലെന്ന് ടീച്ചർ അമ്മയും. പിന്നെ എന്ത് ചെയ്യുമെന്ന് കനി ചോദിക്കുമ്പോ ശങ്കരനോട് തന്നെ വിളിച്ചു ചോദിക്ക് അവരുടെ നമ്പർ എന്ന് ടീച്ചർ അമ്മയും. അയാൾ അത് തരുമെന്ന് കനി ചോദിക്കുമ്പോ എന്തെങ്കിലും പറഞ്ഞങ്ങോട്ട് വിളി, വല്ല ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നൊക്കെ പറഞ്ഞങ്ങോട്ട് വിളി എന്ന് പറഞ്ഞ് ടീച്ചർ അമ്മ അവൾക്ക് ഐഡിയ എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കനിയാണേൽ ഐഡിയ എല്ലാം കേട്ട് ഓക്കെ പറഞ്ഞ് കോൾ വെക്കുമ്പോഴേക്കും ശങ്കര നിനക്ക് പണി വരുന്നുണ്ട്, എന്റെ മോളോടാ കളി പിന്നല്ല എന്ന് പറഞ്ഞ് ചിരിയോടെ ടീച്ചർ അമ്മയും എന്തോ ഓർത്തോണ്ടിരിക്കുന്നുണ്ടേ. പിന്നീട് സന്തോഷിന്റെ വീട്ടിൽ കൈ കഴുകിക്കൊണ്ടിരിക്കുന്ന പോറ്റി മാമനെയാണ് കാണിക്കുന്നത്. കൈ കഴുകുന്നതിനിടയ്ക്ക് വെള്ളം തീർന്നത് കണ്ട് പോറ്റി മാമൻ ദേഷ്യപ്പെടുന്നുണ്ട്. കൈ കഴുകി ഡൈനിങ് ടേബിളിൽ ഇരിക്കുമ്പോഴേക്കും പോറ്റിക്കൊരു കോൾ വരുന്നുണ്ട്. ടീച്ചറമ്മ പറഞ്ഞിട്ട് നമ്മുടെ കനിയുടെ കോളായിരുന്നു അത്. പോറ്റി കോൾ എടുക്കുമ്പോ ഹലോ, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാ. സാറിന്റെ ഭാര്യ മാവേലിക്കര രുക്മിണിക്ക് ഹെൽത്ത് കാർഡ് ആയിട്ടുണ്ട്. ഡീറ്റെയിൽസിൽ സാറിന്റെ ഫോൺ നമ്പർ ആയിരുന്നല്ലോ ഉണ്ടായിരുന്നത്, അവരുടെ മൊബൈൽ നമ്പർ ഒന്ന് പറയാമോ സാർ, ഒരു OTP അയക്കാനായിരുന്നു എന്ന് കനി പറയുമ്പോ അതെന്തോന്നാന്ന് പോറ്റി സംശയത്തോടെ ചോദിക്കുന്നുണ്ട്. സാർ 1 ടൈം പാസ്വേഡ്, അതയച്ചാലേ കാർഡ് കൺഫേം ആക്കാൻ പറ്റത്തുള്ളൂ. രുക്മിണിയുടെ നമ്പർ ഒന്ന് പറയാമോ സാർ എന്ന് കനി ചോദിക്കുമ്പോ ഞാനേ ഒരു പോക്കറ്റ് ഡയറിയിൽ കുറിച്ചു വെച്ചിട്ടുണ്ട്, ഇപ്പൊ നോക്കി പറയാമെന്ന് പറഞ്ഞ് പോറ്റി തന്റെ പോക്കറ്റിൽ നിന്ന് ആ പോക്കറ്റ് ഡയറി എടുത്ത് അവർക്ക് നമ്പർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കനി താങ്ക്സും പറഞ്ഞ് കോൾ വയ്ക്കുമ്പോഴേക്കും പോറ്റി തന്റെ ചായ എടുത്ത് കുടിക്കുന്നുണ്ട്. അപ്പോഴേക്കും കേശുവും പോറ്റിയുടെ മൊബൈലിലേക്ക് വിളിക്കുന്നുണ്ട്. ആരാ പിന്നെ വിളിക്കുന്നെന്നും പറഞ്ഞ് പോറ്റി കോൾ എടുക്കുമ്പോഴേക്കും ഹലോ സാർ, ശങ്കരനല്ലേ, ഞാൻ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് വിളിക്കുന്നത്, സാറിന്റെ ഭാര്യ കൊല്ലത്തെ പൊന്നമ്മയ്ക്ക് ഹെൽത്ത് കാർഡ് ആയിട്ടുണ്ട് എന്ന് കേശു പറയുമ്പോഴേക്കും ആ എനിക്കറിയാം, പാസ്വേഡ് അയക്കാൻ പൊന്നമ്മയുടെ നമ്പർ വേണമായിരിക്കുമല്ലേ എന്ന് പോറ്റി പറയുമ്പോഴേക്കും അതെ അതെ, സാറെല്ലാം ഭയങ്കര അപ്ഡേറ്റഡ് ആണല്ലോ എന്ന് കേശുവും ചോദിക്കുന്നുണ്ട്. അതെ അതെ എന്ന് പറഞ്ഞ് പോറ്റി പൊന്നമ്മയുടെ നമ്പർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. രണ്ടുപേരുടെയും നമ്പർ കയ്യിൽ കിട്ടുമ്പോ എന്നാ പിന്നെ തുടങ്ങണം ബോസ് എന്ന് കേശുവും. കനി ആദ്യം തന്നെ രുക്മിണിയെ വിളിച്ചിട്ട് ഹലോ രുക്മിണി ചേച്ചിയല്ലേ, ഒരു പ്രധാന കാര്യം പറയാനാണ് ഞാൻ വിളിക്കുന്നത്. ആരാണ് വിളിക്കുന്നതെന്നൊക്കെ ഞാൻ പിന്നെ പറയാം. ചേച്ചിയുടെ ഭർത്താവല്ലായിരുന്നോ തഹസിൽദാറായിരുന്ന ശങ്കരൻ, ആൾ ഈ അടുത്ത് വയ്യാണ്ടായി ഹോസ്പിറ്റലിലായിരുന്ന വിവരം ചേച്ചി അറിഞ്ഞായിരുന്നോ? അയ്യോ ഇല്ലെന്ന് അവർ പറയുമ്പോ സ്ട്രോക്കായിരുന്നേ, കുഴപ്പമൊന്നുമില്ല, ഒരു വശം തളർന്നു പോയി, ഇപ്പോ ആള് സഹോദരിയുടെ വീട്ടിലുണ്ട്, ട്രീറ്റ്മെന്റ് നടക്കുന്നു.
ആൾക്ക് കൊല്ലം ഭാഗത്ത് നല്ല ആസ്തിയുള്ള കാര്യം ചേച്ചിക്ക് അറിയോ എന്ന് കനി ചോദിക്കുമ്പോൾ തനിക്കറിയില്ലെന്ന് അവർ പറയുന്നുണ്ട്. അതിരിക്കട്ടെ, ശങ്കരന് പൊന്നമ്മ എന്ന പേരിൽ ഒരു ഭാര്യയുള്ള കാര്യം ചേച്ചിക്ക് അറിയാമോ എന്ന് കനി വീണ്ടും ചോദിക്കുമ്പോൾ അറിയില്ലെന്ന് അവരും. ഇന്ന് തളർന്നു കിടക്കുന്ന ആ മനുഷ്യന്റെ തളർന്ന തള്ള വിരലുപയോഗിച്ച് വിരലടയാളമെടുത്ത് ആസ്തി മുഴുവൻ സ്വന്തമാക്കാൻ പൊന്നമ്മ എത്തിയ കാര്യം ചേച്ചിക്ക് അറിയാമോ എന്ന് കനി ചോദിക്കുമ്പോൾ ചേട്ടന്റെ സ്വത്ത് വേറെ ആർക്കും താൻ കൊടുക്കത്തില്ലെന്ന് അവരും. കൊടുക്കാൻ അനുവദിക്കരുത് ചേച്ചി, നാളെയാണ് പ്രമാണം, പൊന്നമ്മ പുള്ളിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട് എന്ന് കനി പറയുമ്പോഴേക്കും അതൊന്നും നടക്കൂല, ഞാൻ ഇതാ പോണ് എന്നും പറഞ്ഞുകൊണ്ട് അവരും കോൾ വെക്കുന്നുണ്ട്. കനി കോൾ വെക്കുമ്പോഴേക്കും കേശു പൊന്നമ്മ ചേച്ചിയെയും വിളിക്കുന്നുണ്ട്. ഒരു പ്രധാന കാര്യം പറയാനാ വിളിക്കുന്നേ, ആരാ വിളിക്കുന്നെന്നൊക്കെ പിന്നെ പറയാം. ചേച്ചിയുടെ ഭർത്താവല്ലേ ഈ ടഫേൽദാറായിരുന്ന ശങ്കരൻ? ആളിയിടയ്ക്ക് വയ്യാതായി ഹോസ്പിറ്റലിലായ വിവരം ചേച്ചി അറിഞ്ഞായിരുന്നോ എന്ന് ചോദിച്ചോണ്ട് കനി രുക്മിണി ചേച്ചിയോട് പറഞ്ഞ പോലെയെല്ലാം കേശു പൊന്നമ്മ ചേച്ചിയോടും പറയുന്നുണ്ട്. പിന്നീട് അവരും കോൾ വയ്ക്കുമ്പോഴേക്കും കനി ടീച്ചറമ്മയെ വിളിക്കുന്നുണ്ട്. ആ കനിക്കുട്ടി, ഞാൻ നിന്റെ കോളും പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു എന്ന് ചെറിയമ്മ പറയുമ്പോഴേക്കും കാര്യങ്ങളെല്ലാം സെറ്റാണ് കേട്ടോ, അവര് ഗോതയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു, ഇനി നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ചെയ്യേണ്ടതെല്ലാം അവർ തന്നെ ചെയ്തോളും, നമ്മൾ വെയിറ്റ് ചെയ്താൽ മതി എന്ന് കനി പറയുമ്പോഴേക്കും അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യാം അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ടീച്ചറമ്മയും കോൾ വെക്കുന്നുണ്ട്. പിന്നീട് സന്തോഷിന്റെ വീട്ടിലേക്ക് പൊന്നമ്മയും രുക്മിണിയും എത്തുന്നതാണ് കാണിക്കുന്നത്. പുറത്തെ ഔട്ട് ഹൗസിന്റെ മുകളിൽ നിന്ന് റാണിയും വീണയും ഇതെല്ലാം നോക്കി കാണുന്നുണ്ടേ. ഓട്ടോയുടെ ശബ്ദം കേട്ട് ആരാ വന്നതെന്ന് നോക്കുന്ന പോറ്റി ഇവരെ കണ്ട് ഇവർ രണ്ടുപേരും കൂടി ഹെൽത്ത് കാർഡും വാങ്ങിച്ച് ഇങ്ങോട്ട് വരുന്നത് എന്തിനാ, അതും രുക്മിണിയും പൊന്നമ്മയും ഒരുമിച്ച് എന്ന് പോറ്റി പറയുമ്പോഴേക്കും മുന്നേ നടക്കുന്ന പൊന്നമ്മയെ രുക്മിണി പുറകിൽ നിന്ന് വിളിച്ചു നിർത്തി. നീയാണോടി മിടുക്കി പൊന്നമ്മ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ നീയാണല്ലേ മയക്ക് രുക്മിണി എന്ന് പൊന്നമ്മയും. നീ എന്റെ അണ്ണന്റെ തളർന്നു പോയ തള്ള വിരൽ പതിപ്പിച്ച് സ്വത്ത് തട്ടിയെടുക്കാൻ വന്നതാണോ എന്ന് രുക്മിണി ചോദിക്കുമ്പോ തന്നെ ഓ മുദ്രപത്രം വാങ്ങിച്ചോണ്ടുള്ള വരവാണല്ലേ, നിനക്ക് തന്നെ എല്ലാം കാത്തിരുന്നോ എന്ന് രുക്മിണിയോടായി പൊന്നമ്മ പറയുമ്പോഴേക്കും അവർ രണ്ടുപേരും കൂടി സിറ്റൗട്ടിലേക്ക് കയറുന്നുണ്ട്. സിറ്റൗട്ടിൽ നിൽക്കുന്ന പോറ്റിയെ കണ്ട് വയ്യാതായിട്ട് എന്നോട് പറഞ്ഞില്ലല്ലോ അണ്ണ എന്ന് രുക്മിണി പറയുമ്പോഴേക്കും മണിയും അങ്ങോട്ടെത്തി ആരാ അണ്ണ ഇതെന്ന് ചോദിക്കുന്നുണ്ട്. ആ മണി, എനിക്ക് കുടിക്കാൻ ഇത്തിരി വെള്ളം കൊണ്ടുവാ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ അകത്തോട്ട് ഇരുത്താനായി മണിയോട് പറയുന്നുണ്ട് പോറ്റി. മണി അവരെയും കൊണ്ട് അകത്തേക്ക് പോകുമ്പോഴേക്കും തലയിൽ കറുത്ത മുണ്ടും മൂടിപ്പുതച്ചോണ്ട് പോറ്റി അവിടുന്ന് ഇറങ്ങി ഓടി രക്ഷപ്പെടുന്നുണ്ട്. മുറ്റത്തെ ഔട്ട് ഹൗസിന്റെ മുകളിൽ നിൽക്കുന്ന റാണിയും വീണയും പോറ്റിയുടെ ആ പോക്ക് കണ്ട് സന്തോഷത്തോടെ ചിരിക്കുന്നുണ്ട്. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.